വിഘടനവാദികൾക്കും ഭാരതവിരുദ്ധ ശക്തികൾക്കും കനത്ത പ്രഹരം നൽകിക്കൊണ്ട് കാനഡയിൽ നിന്ന് ഒരു നിർണായക വാർത്ത പുറത്തുവരുന്നു. ഭാരതത്തിന്റെ അഖണ്ഡതയെ വെല്ലുവിളിക്കുന്ന ഖാലിസ്ഥാൻ ഭീകരവാദികൾക്ക് കാനഡ ഇനി സുരക്ഷിത താവളമല്ല എന്ന വ്യക്തമായ സൂചനയാണ്. നിരോധിത സംഘടനയായ SFJ 6 for ജസ്റ്റിസ് അംഗം ഗുർപ്രീത് സിംഗിനെ ഇന്ത്യയിലേക്ക് നാടുകടത്താൻ കനേഡിയൻ കോടതി ഉത്തരവിട്ടിരിക്കുന്നു. ഇന്ത്യയുടെ നിരന്തരമായ നയതന്ത്ര സമ്മർദ്ദങ്ങൾക്കും മോദി സർക്കാരിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾക്കും ലഭിച്ച വലിയൊരു വിജയം തന്നെയാണ്. കനേഡിയൻ കോടതി വിധിയിലെ വിശദാംശങ്ങൾ നോക്കാം. ഇന്ത്യയിലേക്ക് മടങ്ങിയാൽ താൻ പീഡിപ്പിക്കപ്പെടുമെന്നും തന്റെ ജീവൻ അപകടത്തിലാണെന്നും കാണിച്ച് ഗുർപ്രീത് സിംഗ് കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ കനേഡിയൻ കോടതി ഈ വാദങ്ങളെല്ലാം തന്നെ പച്ചക്കള്ളമാണെന്ന് കണ്ടെത്തി തള്ളിക്കളയുകയായിരുന്നു. തനിക്കെതിരെ ഇന്ത്യയിൽ പ്രത്യേക ഭീഷണി ഉണ്ടെന്ന് തെളിയിക്കുന്ന ഒരൊറ്റ രേഖ പോലും ഹാജരാക്കാൻ ഇയാൾക്കായില്ല. ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട SFJയുടെ സജീവ പ്രവർത്തകനായി കാനഡയിൽ ഇരുന്ന് ഭാരത വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുവെന്ന് കോടതിയിൽ തന്നെ തെളിഞ്ഞു. മകന്റെയും കുടുംബത്തിന്റെയും പേരിൽ വൈകാരികമായ ഇളവുകൾക്ക് ശ്രമിച്ചെങ്കിലും രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയുടെ അന്തസ്സും കുടിയേറ്റ നിയമത്തിലെ കൃത്യതയുമാണ് വലുതെന്ന് കോടതി പ്രഖ്യാപിച്ചു. നമ്മൾ ഇതിനെ വെറുമൊരു നാടുകടത്തലായി കാണരുത്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഖാലിസ്ഥാൻ വിഘടനവാദികൾക്ക് കാനഡ നൽകുന്ന സംരക്ഷണത്തിൽ ഇന്ത്യ ശക്തമായ പ്രതിഷേധം അറിയിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ആഗോളതലത്തിൽ ഇന്ത്യ നടത്തിയ നയതന്ത്ര നീക്കങ്ങളുടെ ഫലം കൂടിയാണിത്. ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്ന കുറ്റവാളികളെ വെറുതെ വിടില്ല എന്ന ഭാരതത്തിന്റെ കർക്കശമായ നിലപാടിന് മുന്നിൽ കാനഡയ്ക്കൊടുവിൽ വഴങ്ങേണ്ടി വന്നിരിക്കുന്നു. വിഘടനവാദം വളർത്താൻ കാനഡയിലെ കുടിയേറ്റ നിയമങ്ങളെ ദുരുപയോഗം ചെയ്യുന്നവർക്കുള്ള ശക്തമായ മുന്നറിയിപ്പ് കൂടിയാണ്. ചുരുക്കത്തിൽ അസത്യങ്ങൾ പ്രചരിപ്പിച്ച് ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് ഇനി വിദേശ മണ്ണിലും രക്ഷയുണ്ടാകില്ല. 2025 ഡിസംബറോടെ ഗുർപ്രീത് സിംഗിനെ നാടുകടത്താനാണ് നീക്കം. ഇതൊരു തുടക്കം മാത്രമാണ്. ഭാരതവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഒത്താശ ചെയ്യുന്നവർക്ക് നിയമത്തിന് മുന്നിൽ അക്കൗണ്ടബിൾ ആകേണ്ടി വരുമെന്ന ഈ വിധി ഓർമ്മിപ്പിക്കുന്നു അല്ലെങ്കിൽ ഉറപ്പിക്കുന്നു. ഇന്ത്യയുടെ അഖണ്ഡത കാത്തു സൂക്ഷിക്കാൻ മോദി സർക്കാർ നടത്തുന്ന നയതന്ത്ര പോരാട്ടം അതിന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് തന്നെ നീങ്ങുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.